ഹായ് ഫ്രണ്ട്സ്, മിറാക്കിൾസ് ഓഫ് ടെക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫോളോയിങ് കൂടുന്നെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് നോക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഷെയർ ചാറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ ഷെയർ ചാറ്റിൽ കണ്ടുവരുന്ന ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഓട്ടോമാറ്റിക്കലി ഫോളോയിങ് ആവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ആരെയും ഫോളോ ചെയ്തില്ലെങ്കിലും എനിക്കിപ്പോൾ 1K 2K ഫോളോയിങ് ഞാൻ ചെയ്തെന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി മാറത്തില്ല. നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്താലേ നമ്മുടെ ആ ഒരു അക്കൗണ്ട് ഇഷ്യൂ മാറത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഷെയർസിൻ്റെ ആപ്ലിക്കേഷനിൽ കയറാം. ആപ്ലിക്കേഷനിൽ കയറിയ ശേഷം നേരെ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകാം. അപ്പോൾ പ്രൊഫൈലിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പം എൻ്റെ പ്രൊഫൈലിൽ കയറുന്ന സമയത്ത് ഞാൻ 41 പേരെ ഫോളോവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോളോയിങ് 413 വരെ ഫോളോയിങ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഞാനെങ്കിൽ ഈ ഒരു ഇതിലാണ് എൻ്റെ അക്കൗണ്ട് കിടക്കുന്നത്. പക്ഷേ എൻ്റെ ആണെങ്കിൽ ഫോളോയിങ്ങിൽ നോക്കുന്ന സമയത്ത് ഞാൻ ആരെയും ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റ മനുഷ്യനെ ഫോളോയിങ് ചെയ്തിട്ടില്ല. ഇനി ഞാനിനി ആരെങ്കിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വ്യക്തിയെ ഫോളോ ചെയ്ത് കാണിച്ചു തരാം. ഫോളോ ചെയ്യുന്ന സമയത്ത് 414 കാണിക്കുന്നത്. എനിക്ക് 0 എന്ന് തുടങ്ങേണ്ടത് 1 കാണിക്കേണ്ട സ്ഥലത്ത് 414 എന്ന് പറഞ്ഞ സംഭവമാണ് കാണിക്കുന്നത്. ആ അൺഫോളോ അടിക്കുന്ന സമയത്ത് 413 വരികയാണ്. ഇതാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഷെയർ ചാറ്റ് ഫോളോയിങ് എൻ്റെ കൂടുതലാണ് കാണിച്ചത്. ഓട്ടോമാറ്റിക്കലി കൂടിയിരിക്കുന്ന ഫോളോയിങ് ആണ്. നമ്മൾ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റ മനുഷ്യനെയും ഫോളോ ചെയ്തിട്ടില്ല. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾക്കൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് നേരെ ഷെയർസിന് കംപ്ലയിൻ്റ് ആണ് ആദ്യമേ ചെയ്യേണ്ടത്. അല്ല നമുക്ക് വേറെ വഴികളൊന്നുമില്ല. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടോ അല്ല അൺഇൻസ്റ്റാൾ ചെയ്തിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. നമുക്കാണെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ കൂടെ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പം തൽക്കാലം ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ പരിപാടിയെല്ലാം നിർത്തിച്ചിട്ടുണ്ട്. അവരിപ്പം ഫുള്ള് മെയിലിൽ കൂടെ തന്നെ ആണെങ്കിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് നേരെ നിങ്ങളുടെ മെയിലിൻ്റെ അവിടെ കയറുക. അതിനുശേഷം ഏറ്റവും താഴെ നമുക്കാണെങ്കിൽ മെയിൽ അയക്കാനുള്ള ഓപ്ഷനുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൻ്റെ അവിടെ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ contact@sharechat.com അല്ലെങ്കിൽ .co അങ്ങനെ ആയാലും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് വന്നിട്ടുണ്ട് എൻ്റെ അകത്ത്. ഞാൻ ഇങ്ങനെ അടിച്ചപ്പോൾ തന്നെ contact@sharechat.com എന്ന് നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റിൽ അവിടെ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇഷ്യൂസെന്നോ അല്ലെങ്കിൽ ഷെയർ ചാറ്റ് ടെക്നിക്കൽ പ്രോബ്ലമോ എന്തെങ്കിലും നിങ്ങളവിടെ കൊടുക്കുക. അപ്പോൾ ഞാനെങ്കിൽ ഇവിടെ എൻ്റെ അത് അടിച്ചു കൊടുക്കുന്നു. ടെക്നിക്കൽ ഇഷ്യൂ. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ രണ്ടാമത്തെ സ്ഥലത്തിൻ്റെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് കംപ്ലയിൻറ്റ്. നിങ്ങൾക്ക് ഷെയർസിൻ്റെ എല്ലാ കംപ്ലയിൻറ്റുകളും ഈ ഒരു മെയിലിൽ നമുക്ക് അയക്കാൻ പറ്റും. എന്താണ് കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളാണെങ്കിൽ ആ ഒരു കംപ്ലയിൻറ്റ് ഇഷ്യൂ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോളോയിങ് കൂടുന്നു. ഓക്കെ, ഫോളോയിങ് ഓട്ടോമാറ്റിക്കലി കൂടുന്നു. അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരം കംപ്ലയിൻറ്റ് ചെയ്താലും നമ്മുടെ പ്രൊഫൈൽ ലിങ്ക്, ഹാൻഡിൽ ഐ ഡി, മൊബൈൽ നമ്പർ ഇത് ഇത്രയും കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണം ഈ ഒരു സെയിം കംപ്ലയിൻറ്റ് തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ടൈപ്പ് ചെയ്യാം. അത് കുഴപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ആദ്യമേ നിങ്ങളുടെ ആണെങ്കിൽ എന്താണ് കംപ്ലയിൻറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ഐ ഡി ആണ്, പ്രൊഫൈൽ ലിങ്ക് ആണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ. അപ്പോൾ പ്രൊഫൈൽ ലിങ്ക് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരെ പ്രൊഫൈലിൽ കയറിയതിന് ശേഷം ഏറ്റവും താഴെ നമുക്കാണെങ്കിൽ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആണെങ്കിൽ പ്രൊഫൈൽ ലിങ്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കോപ്പി ചെയ്യാൻ പറ്റും. ഏറ്റവും അവസാനമായിരിക്കും കിടക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ പ്രൊഫൈൽ കോപ്പി ആയിട്ടുണ്ട്. അത് നേരെ നമുക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൊണ്ട് കോപ്പി ചെയ്ത് കൊടുക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ഐ ഡി ആണ്. ഹാൻഡിൽ ഐ ഡി നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പ്രൊഫൈലിൽ കയറാം. അതിനുശേഷം എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്കാണെങ്കിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ക്ലോണൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തും നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും, പണ്ടത്തെ ക്ലോണാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് നേരെ എഡിറ്റ് പ്രൊഫൈലിൽ കയറാം. എഡിറ്റ് പ്രൊഫൈലിൽ കയറുന്ന സമയത്ത് നമ്മുടെ നെയിം കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷനാണ് ഹാൻഡിൽ ഐ ഡി. ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇപ്പം ഞാനത് കോപ്പി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കന്ന് ഹാൻഡിൽ ഐ ഡി കൊണ്ട് പേസ്റ്റ് ചെയ്യാം.
ഇനി നമ്മുടെ ID മൊബൈൽ നമ്പറാണ്, ആ ഒരു അക്കൗണ്ടിൻ്റെ മൊബൈൽ നമ്പറാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ മൊബൈൽ നമ്പറും ഏറ്റവും താഴെ നിങ്ങളാണെങ്കിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ കാണുന്നതായിരിക്കും. ഏറ്റവും താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്കാണെങ്കിൽ അവിടെ അടിച്ചു കൊടുക്കുക. അപ്പം ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ പ്രൊഫൈൽ ലിങ്ക്, രണ്ടാമത് ഹാൻഡിൽ ID, പിന്നെ മൊബൈൽ നമ്പർ. ഈ 3 കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് നമ്മുടെ അക്കൗണ്ടിൻ്റെ. അതിനുശേഷം ഏറ്റവും മുകളിൽ നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. അതിനുശേഷം ഇത്രയും കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആണെങ്കിൽ ആ ഒരു മെയിൽ നമുക്ക് സെൻഡ് ആക്കാം. ഇനി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിലും അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പിൻ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം ഞാനെങ്കിൽ ഓൾറെഡി ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. വീണ്ടും ഒരു മെയിലും കൂടെ ഞാൻ അയക്കുന്നില്ല. ഏകദേശം ഞാൻ ഒരു ദിവസത്തിന് മുമ്പ് മെയിൽ അയച്ചതിന് ശേഷം നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. ആ റിപ്ലൈ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഷെയർചാറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് റിപ്ലൈ വന്നത്. 7 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു കംപ്ലയിൻറ്റ് ഫിക്സ് ആക്കുന്നതായിരിക്കും. മാക്സിമം 7 days ആണ് പറയുന്നത്. അതിന് മുമ്പ് റെഡിയാവുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതിന് മുമ്പ് റെഡിയാവും, അല്ലെങ്കിൽ മാക്സിമം 7 ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലയിൻറ്റ് റെഡിയാവുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രശ്നം ടെക്നിക്കൽ ടീമിൻ്റെ കൊടുത്തിട്ടുണ്ടെന്നും ഷെയർചാറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷെയർചാറ്റിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അല്ല നമ്മുടെ അക്കൗണ്ടിൻ്റെ പ്രശ്നമല്ല, ഷെയർചാറ്റിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ആണ് അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് മെയിൽ അയച്ച സമയത്ത് എൻ്റെ ആ ഒരു ഫോളോയിങ്ങിൻ്റെ എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് കാര്യങ്ങളും കൂടെ അന്ന് ഞാൻ മെയിൽ അയച്ചായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു മെയിലും കൂടെ, അങ്ങനത്തെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ എൻ്റെ കൂട്ടത്തിൽ അയക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്കാണെങ്കിൽ ഫോളോയിങ് കൂടുകയോ അല്ലെങ്കിൽ കുറയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലയിൻറ്റ് പരിഹരിച്ച് കിട്ടുന്നതായിരിക്കും. ഏകദേശം ഇപ്പോൾ ഞാൻ മെയിൽ അയച്ചിട്ട് ഇപ്പോൾ 2 ദിവസം ആവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.